വരികയാണ്. ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, അതിനെന്ത് പ്രതികരണമാണ്? ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കേരളത്തിൽ നിന്നുള്ള 19 പേരിൽ സുരേഷ് ഗോപി ഒഴികെ ബാക്കി 18 പേരും ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തു. അതോടൊപ്പം മുനമ്പവും വഖഫും രണ്ടും രണ്ടാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്? അതിനു മുമ്പ് ഒരു കാര്യം അത് കൃത്യമായി പറഞ്ഞാൽ മതിയാവും. കാര്യം ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവ് എന്നുള്ള നിലയിൽ പാർട്ടിക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞാൽ മതിയാവുകയും ജനത്തിന്റെ പൊതു നയമാണ് ഇന്ത്യ മുന്നണി എന്ന് വിളിക്കുക. അത് അപമാനകരമാണ് അതെ, അപമാനകരമാണ് എന്ന് അങ്ങേക്ക് പറയാം. ഇനി അങ്ങനെ പറയുന്നതിന്റെ അകത്ത് ഞങ്ങൾക്ക് അത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ND മുന്നണി എന്നും വിളിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന എന്ന വാക്ക് അലയൻസ് ആണെങ്കിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, ദേശീയ ജനാധിപത്യ സഖ്യം എന്ന മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും ലാൽകൃഷ്ണ അദ്വാനിയും ചേർന്ന് ഉണ്ടാക്കിയ ഈ സംവിധാനത്തെ ഞങ്ങൾ ആരും ND മുന്നണി എന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല. പക്ഷെ ഇനി തൊട്ടങ്ങോട്ട് വിളിക്കേണ്ടി വരും. ഇനി സഫിയതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടാണ് ചർച്ച നടത്തുന്നതെങ്കിൽ ഇനി മേലാൽ കോൺഗ്രസിന്റെ പ്രതിനിധികളെ വളരെ ഔദ്യോഗികമായി പാർട്ടിക്ക് വേണ്ടി എല്ലാ റെസ്പോൺസിബിലിറ്റിയോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഒരു സഭ്യതയുടെ, അതായത് ശ്രീ കെവിൻ പീറ്ററിനെ അല്ല ഞാൻ പറയുന്നത്, ശ്രീ ആങ്കർ എന്ന നിലയിൽ രോഹിണിയാണ് ഈ ഇന്ത്യ മുന്നണി എന്നത്. ചർച്ചയുടെ ഇടയിൽ താങ്കളാണ് അനാവശ്യമായ പ്രശ്നങ്ങൾ അതിലേക്ക് പോകാതെ താങ്കൾ ഈ ചോദ്യത്തിന് മറുപടി പറയും. ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, താങ്കളുടെ ആകെക്കൂടെയുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞത് അവതാരക എന്നുള്ള നിലയിലാണ്. ഞാനത് വ്യക്തമായി INDIA അലയൻസ് എന്നുള്ളതാണ് മുന്നണിയായി പറഞ്ഞത്. താങ്കൾക്ക് NDA ND അലയൻസ് എന്നോ ND മുന്നണി എന്നോ പറയാം. അതൊന്നും ഞാൻ തടുത്തില്ലല്ലോ. പിന്നെ താങ്കൾ അതിൽ മാത്രം എന്തിനാണ്, ആ വിഷയത്തിൽ ഊന്നി മാത്രം നമുക്ക് സംസാരിക്കുന്ന എന്തിനാണ്? നമുക്ക് അതല്ലല്ലോ വിഷയം. നമുക്ക് ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന പരമപ്രധാനമായ വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേൽ ഇപ്പോൾ ചർച്ച രാജ്യസഭയിൽ നടക്കുകയാണ്. അതിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ നമ്മളും നടത്തുന്നത്, സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ. അപ്പോൾ അതിലേക്ക് പോകുന്നതല്ലേ ഉചിതം? രോഹിണി, ഞങ്ങളെ സംബന്ധിച്ച് അപമാനകരമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായാൽ അത് പ്രതികരിക്കും. ഞങ്ങൾ അത് കേട്ടിട്ട് 72 തവണയും 62 തവണയും 7 നാഷണൽ റെക്കോർഡ്സ് ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, മുന്നണി എന്ന ഒരു പദപ്രയോഗം എങ്ങനെയാണ് അൺപാർലമെന്ററി ആകുന്നത്? അവിടെ എങ്ങനെയാണ് അസഭ്യമാകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ക്ഷമിക്കണം. കാരണം മുന്നണി എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് അസഭ്യമാകുന്നത് എന്നുള്ളത് ഒരു തരത്തിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്ക് ചർച്ചയിലേക്ക് വരാമോ ശ്രീ വസന്ത് തെങ്ങമ്പള്ളി? താങ്കൾക്ക് താങ്കളുടെ നിലപാട് വ്യക്തമാക്കാം. നമുക്ക് ചർച്ചയിലേക്ക് വരാമോ? പ്ലീസ് രോഹിണി, അങ്ങനെ ചർച്ചയിൽ ഇടപെട്ടോളൂ. പക്ഷേ പാർട്ടിക്ക് വേണ്ടി ഔദ്യോഗികമായ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിൽ ഇടപെടരുത്. ഞാൻ പറഞ്ഞത് സഫ്യാതരമല്ലാത്ത ചർച്ചകൾക്ക് ഇനി കോൺഗ്രസിന്റെ ഇത് പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരെന്ന് പറയുന്ന പോലെയാണോ പ്രതീക്ഷിക്കേണ്ടത്? ഞങ്ങളെ സഫ്യാതരമായി പറഞ്ഞാൽ അതിനകത്ത് പ്രതികരിച്ച ശേഷമേ ബാക്കി സംസാരിക്കാൻ സൗകര്യം ഉണ്ടാകും. വേണ്ട. ഇനി ശ്രീ കെവിൻ പീറ്റർ പറഞ്ഞതിലേക്ക് തന്നെ വരാം. വിഷയത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട ആവശ്യം എനിക്കില്ല. അത് അങ്ങ് എന്റെ കൂടെ അധികം ചർച്ചകളിൽ ഇരിക്കാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ചാനലിലുള്ള മറ്റ് അവതാരകരോട് ചോദിച്ചാൽ മതി. അങ്ങനെ ഒളിച്ചോടുന്ന ആളുമല്ല ഞാൻ. അത് നിങ്ങളുടെ ആർക്കൈവ്സിൽ തന്നെ ഉണ്ട്, എടുത്ത് നോക്കിയാലും കാണാം. ഇനി ശ്രീ കെവിൻ പീറ്റർ പറഞ്ഞ എന്താണ്? ഇന്നലെ ശ്രീ ഹൈബി ഈഡൻ അവിടെ എമ്പുരാനെ പറ്റി ചർച്ച ചെയ്തു. എന്താ എമ്പുരാനെ പറ്റി ചർച്ച ചെയ്യാൻ പാടില്ലേ? ഗ്രഹാം സ്റ്റെയിൻസിനെ പറ്റി ചർച്ച ചെയ്യാൻ പാടില്ലേ? ബജൽപൂരിൽ ഇന്നലെ ഈ ബജറിംഗിൾ ദൾ നേതാക്കളുടെ ആക്രമണത്തിനിരയായ വൈദികനെ പറ്റി ചർച്ച ചെയ്യണമെന്ന ഡീൻ കുര്യാക്കോസിന്റെ ആവശ്യം ചർച്ച ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് 425 കുടുംബങ്ങളെ ഇറക്കി വിടുകയും അവിടെ പോലീസിനെ സമീപിച്ചിട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെ ഈ പറയുന്ന സംഘപരിവാർ സേനകൾ അവിടെ വീട്ടിലേക്ക് ഇരച്ചുകയും ചെയ്തിട്ട് 6 മാസമേ ആയുള്ളൂ. അതെന്താ ചർച്ച ചെയ്യണ്ടേ? അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നേ. അതിനകത്ത് നിങ്ങൾ അല്ല, അവനവന്റെ സ്ഥലത്തെ കാര്യങ്ങൾക്കല്ലേ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ട. അങ്ങനെയെങ്കിൽ ബൈബിൾ കത്തിച്ചപ്പോൾ ചർച്ച ചെയ്യണമായിരുന്നു. ഉൾക്കൂട്ടിലെ തിരുസ്വരൂപങ്ങൾക്ക് തോട്ട് കഴിഞ്ഞപ്പോൾ ചർച്ച ചെയ്യണമായിരുന്നു. വൈദികനെ ആക്രമിച്ചപ്പോൾ ചർച്ച ചെയ്യണമായിരുന്നു. വിശുദ്ധ ഖുർആനിലെടുത്ത് കക്കൂസിൽ എറിഞ്ഞപ്പോൾ ചർച്ച ചെയ്യണമായിരുന്നു. അതുപോലെ കോളേജിൽ വൈദികൻ പ്രിൻസിപ്പൽ പറഞ്ഞു വെച്ചപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യണമായിരുന്നു. അതിലൊന്നും നിങ്ങൾ വാദമില്ലല്ലോ. പാർലമെന്റേറിയൻ ഞാന് ഈ എന്താണ് ഈ മുന്നണിയുടെ പേര് വെച്ചുള്ള തർക്കത്തിൽ മാത്രമാണ് കെവിൻ പീറ്റർ സംസാരിച്ചപ്പോൾ ഇടപെട്ടത്. അങ്ങനെ പറയല്ലേ? അല്ല, അങ്ങ് എന്റെ അവസരം കളഞ്ഞുകൊണ്ട് അങ്ങ് എന്നെ ശല്യപ്പെടുത്തിയപ്പോൾ ആവശ്യമുള്ള കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഇടപെട്ടത്. സംസാരിച്ചുകൊണ്ടാണ്, സഫ്യതരമായ സംസാരം വന്നുകൊണ്ടാണ്. അത് അങ്ങയോടുമല്ല ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാണ് എന്ന വാക്ക് അടൻസൊള്ളി അല്ല, അത് അലയൻസ് ആണ് ഉദ്ദേശിച്ചത്. അത് നിങ്ങൾ ND മുന്നണിക്ക് ഭാഗമാണെന്ന് കൂട്ടിയാൽ മതി. ഇനി ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും ബജൽപൂരിലെ
ശരി, നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് വരാം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി വല്ലാതെ വ്യതിചലിക്കുന്നുണ്ട് ഇതിൽ നിന്ന്. നമ്മൾ ചോദിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ അഭിപ്രായമാണ്. മുനമ്പവും വഖഫും രണ്ടും രണ്ടാണ് എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. കാരണം സാധാരണക്കാരായ മുനമ്പം ജനതയ്ക്ക് അത് അറിയാനുള്ള ഒരു ആകാംക്ഷ കാണുമല്ലോ. കാരണം അവർ തെരഞ്ഞെടുത്ത് വിട്ടവരാണല്ലോ അവിടുത്തെയുള്ള ജനപ്രതിനിധികൾ കോൺഗ്രസിന്റെ. അല്ലല്ലോ, വളരെ കൃത്യമായി ശ്രീ കെ സി വേണുഗോപാലും ഇന്നലെ സംസാരിച്ചു പോകുന്ന എല്ലാ എം പിമാരും ആ വിഷയത്തിൽ കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചു. ഇനി മുൻപത്ത് ഈ ബില്ല് വന്നതോടുകൂടി നിങ്ങൾ എന്ത് പരിഹാരമാണ് മുമ്പോട്ട് വെച്ചതെന്ന് പറയാൻ ഇതുവരെ ബി.ജെ.പിയുടെ ഒരു നേതാവിന് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർ സമരവുമായി മുമ്പോട്ട് പോകണ്ടല്ലോ. ഇന്നലെ തന്നെ സമരപന്തൽ അഴിച്ച് അവർക്ക് വീട്ടിൽ പോകത്തില്ലേ? നിങ്ങൾ ഈ ബില്ല് എല്ലാ പരിഹാരവും വരുത്തിയെങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് അവർക്ക് കടക്കാൻ കഴിയും. അതിനുതകുന്നതാണ് ആ ബിൽ നിയമമാകുന്നതോടുകൂടി ഉണ്ടാകുന്നത്. ഞാൻ സംസാരിക്കുന്നില്ലെന്നാണ് അങ്ങ് പറഞ്ഞത്. ആ സംസാരിച്ചു തുടങ്ങുമ്പോഴേ അങ്ങ് നടപടിയാണെങ്കിൽ എങ്ങനെ പറയും? എന്തുകൊണ്ടാണ് ഈ ബില്ലിന് മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ട് മുനമ്പൻ ജനതയുടെ പ്രശ്നം തീർക്കാൻ നിങ്ങൾ തയ്യാറാവാത്തത്? വഖഫ് ട്രൈബ്യൂണലുകൾ മതകോടതിയാണ് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആണേ ആ വഖഫ് ട്രൈബ്യൂണലുകൾക്ക് കൂടുതൽ അവകാശമാണ് ഈ ബില്ല് കൊടുത്തതോടുകൂടി ഉണ്ടാവുന്നത്. സ്വാഭാവികമായും മുസ്ലിം നിയമ പണ്ഡിതനായ ഒരാൾ ഇതിലേക്ക് വരണമെന്നാണ് പറയുന്നത്. 2013 അന്നത്തെ UPA സർക്കാർ വഖഫ് ബില്ലിൽ അമെന്റ്മെന്റ് നടത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞത് 2 അതിലധികമോ സ്ത്രീകൾ ഈ വഖഫ് ബോർഡിലേക്ക് വരണമെന്നാണ്. പക്ഷെ എന്നാൽ പുതിയ അമെന്റ്മെന്റ് എന്താണ് പറയുന്നത്? 2 സ്ത്രീകൾ, അതായത് മാക്സിമം ഓഫ് 2. ഞങ്ങൾ പറഞ്ഞത് മിനിമം ഓഫ് 2 ലേഡി മെമ്പേഴ്സ് എന്നാണെങ്കിൽ ഈ ബില്ലിൽ അങ്ങ് വായിച്ചു നോക്കിയാൽ മതി. ഈ ബില്ലിൽ വളരെ കൃത്യമായി പറയുന്നു, there is a maximum of 2 lady members. 2 lady members, 2 പേർ എങ്കിലും ഉണ്ടാവണം എന്ന നിയമം മാറ്റി നിങ്ങൾ 2 പേരുണ്ടാവണം. അപ്പൊ എന്ത് മലമറിച്ച കഥയാണ് നിങ്ങൾ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്നുള്ളത് പറയണ്ടേ? ഞങ്ങൾ പറഞ്ഞ കാലത്ത് ഞങ്ങൾ മുമ്പോട്ട് വെച്ചതിനെ മുഴുവൻ പഴയ വീഞ്ഞിനെ മുഴുവൻ പുതിയ കുപ്പിയിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ all members had to be Muslims including 2 women എന്നുള്ളിടത്താണ് മാറുന്നത്. എങ്ങനെയെന്നുള്ളത് താങ്കൾക്കും വ്യക്തമായിട്ട് അറിയാം. ഇൻക്ലൂഡ്സ് 2 നോൺ മുസ്ലിംസ് MPs, ഫോമർ ജഡ്ജസ്, എമിനന്റ് പേഴ്സൺസ് എന്നുള്ളത്. ആൻഡ് നീഡ് നോട്ട് ബി മുസ്ലിംസ്. അവർ മുസ്ലിംസ് ആവണമെന്നും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു വരുന്ന ആ കണക്കിൽ ഈ 2 സ്ത്രീകളെ ഉള്ളൂ എന്നുള്ളതാണോ ഇപ്പൊ വിഷയം? അല്ല, അതായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സ്ത്രീകളെ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ശരി, താങ്കൾ ഇപ്പോഴും പറയുന്നില്ല വഖഫും മുനമ്പവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത്. കണ്ടില്ലത്. അല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ലൈവ് നിങ്ങൾ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ടാവാം. നോക്കൂ, ഈ ബില്ല് വരുന്നതോടുകൂടി മുസ്ലിം സ്ത്രീകൾക്ക് വലിയ അവകാശങ്ങൾ കിട്ടാൻ പോകുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കൂ എന്താണ് അതിനകത്തുണ്ടായത്. 2013 ഞങ്ങൾ there should be a minimum of 2 members എന്നത് മാറ്റി നിങ്ങൾ there should be a maximum of 2 members എന്നാക്കി. അതിനകത്ത് എന്ത് മാറ്റമാണ് ഉണ്ടായത് അത് പറയണ്ടേ? ഇനി അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട് എന്നുള്ളത് കൂടി താങ്കൾ ശ്രദ്ധിക്കണം. ആരുണ്ട്? പറയൂ, അങ്ങ് പറയൂ. ജനൻജീവിയുടെ എഡിറ്റോറിയൽ ബോർഡിൽ ഞാനിപ്പോ വായിച്ച് കേൾപ്പിച്ചതല്ലേ ശ്രീ വസന്ത് തെങ്ങുംപള്ളി. നേരത്തെയുള്ള പ്രൊവിഷൻ അനുസരിച്ച് ഓൾ മെമ്പേഴ്സ് ഹാഡ് ടു ബി മുസ്ലിംസ് ഇൻക്ലൂഡിംഗ് 2 വിമൻ ആയിരുന്നല്ലോ. അവിടെ ഉണ്ടായ വ്യത്യാസം എന്താണെന്ന് താങ്കളുടെ കയ്യിലും കാണുമല്ലോ ആ ബില്ലിന്റെയൊക്കെ വസ്തുത. ഇൻക്ലൂഡ്സ് 2 നോൺ മുസ്ലിംസ് MPs, ഫോമർ ജഡ്ജസ്, എമിനന്റ് പേഴ്സൺസ് നീഡ് നോട്ട് ബി മുസ്ലിംസ്. ദ ഫോളോയിങ് മെമ്പേഴ്സ് മസ്റ്റ് ബി മുസ്ലിംസ്. റെപ്രസെന്റേറ്റീവ്സ് ഓഫ് മുസ്ലിം ഓർഗനൈസേഷൻ ഉണ്ട്. സ്കോളേഴ്സ് ഇൻ ഇസ്ലാമിക് ലോ ഉണ്ട്. ചെയർപേഴ്സൺ ഓഫ് വഖഫ് ബോർഡ്സ് ഉണ്ട്. മുസ്ലിം മെമ്പേഴ്സ് ഉണ്ട്. 2 മെമ്പേഴ്സ് മസ്റ്റ് ബി വിമൻ. അതിൽ 2 സ്ത്രീകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതും പറയുന്നുണ്ട്. ഇതിൽ എവിടെയാണ് അവ്യക്തത, അല്ലെങ്കിൽ എവിടെയാണ് മാറ്റി നിർത്തപ്പെടുന്നത്? ഞാൻ വായിക്കുന്നത് 2013 ബില്ലല്ലോ അങ്ങ് വായിക്കുന്നത്. അങ്ങ് പുതിയ ബില്ലാണ് വായിക്കുന്നത്. 2013 വളരെ കൃത്യമായി പറഞ്ഞത് there should be a minimum of 2 lady members. വസന്ത് തെങ്ങുംപള്ളി പ്ലീസ് അവിടെ മുസ്ലിങ്ങൾ സ്ത്രീകളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് വേറൊരു കാര്യത്തിലാണ്. അത് മുനമ്പുമായിട്ടൊരു ബന്ധമൊന്നുമില്ല, കേരളത്തിലെ വിഷയമായിട്ട് ബന്ധമില്ല. ഓരോന്നിനും താങ്കൾ വിഷയത്തിലേക്ക് വരും. ചോദിക്കട്ടെ, വസന്ത് തെങ്ങുംപള്ളി, നമ്മൾ കുറച്ചു നേരമായി നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ട്. താങ്കൾക്ക് അത് നന്നായിട്ട് അറിയാം. നമുക്ക് ശരി, ഇഴകേറി പരിശോധിക്കാം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇഴകേറി പരിശോധിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ വഖഫ് നിയമ ഭേദഗതി ബില്ലും മുനമ്പത്തിന്റെ പരിധിയിൽ വരാത്തത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മുനമ്പം വഖഫ് നിയമ ഭേദഗതി ബില്ലും രണ്ടും രണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മാത്രം അതിൽ നിന്ന് നമുക്ക് തുടങ്ങാമല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മുനമ്പമാണ് ഈ ബില്ലിന്റെ ഏറ്റവും എൻഡ് പ്രൊഡക്റ്റ് എന്ന് കിരൺ റിജിജുവോ അല്ലെങ്കിൽ നിങ്ങളുടെ നരേന്ദ്ര ദാമോദർ ദാസ് ഭായി മോദിയോ അമിത്ഷായോ പറഞ്ഞു? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു വന്ന നേട്ടങ്ങളാണ്. വസന്ത് തെങ്ങുംപള്ളി, നമ്മുടെ പ്രദേശം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ ആൾക്കാർ,
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനമ്പവും ചെറായിയും മലപ്പുറവും കോഴിക്കോടും ഒക്കെ ചർച്ച ചെയ്യുന്നത്. ആയിരക്കണക്കിന് ഇതിനിരയായവരുണ്ട് രാജ്യത്തിനകത്ത്. നമുക്കറിയാം, തിരുച്ചുന്തറൈ തുടങ്ങി നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തുടങ്ങി എവിടെയൊക്കെയാണ് എന്നുള്ളത് അറിയാം. എന്തിനാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കെട്ടിടങ്ങൾ പോലും വഖഫ് ബോർഡിന്റെ അധീനതയിലാണ്, വഖഫ് ബോർഡിന്റെ കീഴിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നത്.